ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഏത് ഹോളിഡേ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ചർച്ചിൽ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ പേര് ലവ് ഫീസ്റ്റ് എന്നായിരുന്നു. അങ്ങനെ ചെറിയൊരു ഫാം ഹൗസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഫാം ഹൗസിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക്. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വേറൊരു ഹാളൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് 4-4:30 ആയപ്പോഴാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല എഫേർട്ട് എടുത്തിട്ടാട്ടോ ഈ ഒരു കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. കാരണം നമുക്ക് ഒരുപാട് മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സക്സസ്ഫുള്ളി ചെയ്യാനായിട്ട് സാധിച്ചു. അത് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തമ്മിലൊന്ന് കോർഡിനേഷൻ ചെയ്യുക, അതേപോലെ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ടും ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക, പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരിചയപ്പെടുക. അപ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റൻഷനോട് കൂടിയാട്ടോ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൽ. പിന്നെ നമ്മൾ ചെറിയൊരു സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രാത്രി 10 മണിയായിട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒരുപാട് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു, അതുപോലെ കപ്പ ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ബീഫ് കറി, പൊറോട്ട, പിന്നെ ഫ്രൈഡ് റൈസ്, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡ് ഒന്നും പറയാതിരിക്കാൻ രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു 12 മണിയായിട്ടോ പ്രോഗ്രാമൊക്കെ